മോതിരത്തിലുള്ളത് എന്താണെന്നറിയോ? സൂപ്പർമാൻ. ഞാൻ ഭയങ്കര സൂപ്പർമാൻ ഫാനാണെന്ന് കെവിനും അറിയാം. കെവിനും ഭയങ്കര സൂപ്പർ ഹീറോ ഫാനാണ്. அது வயநாடு நான் ரொம்ப மிஸ் பண்றேன். இப்போ திருப்பி ஒரு நாள் மறுபடியும் வயநாட்டுக்கு போகணும்னு தோணுது. പാതിരാത്രിക്കാണെങ്കിലും ഇന്ദിരേട്ടൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ചെന്ന് ശല്യപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുള്ള കുറച്ചെങ്കിലും ഞാനും രാജുവേട്ടനും തമ്മിലുള്ള ബന്ധമൊക്കെ അടുപ്പമൊക്കെ ആൾക്കാർക്ക് അറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ ഞങ്ങൾ തമ്മിൽ ഉള്ള ഒരു അടുപ്പമുണ്ട്. When you do that, when you have that passion and hard work ചെയ്യാൻ നമുക്കൊരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ half the job is done. And അത് ശരിക്കും നരിവേട്ട കണ്ടപ്പോൾ ഓരോ സീനിലും ഓരോ ഷോട്ടിലും എനിക്ക് തോന്നിയ കാര്യമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പടം ഇത്രയും സക്സസ്ഫുൾ ആയതിന് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്ന ജയ്സേട്ടൻ, എനിക്ക് വിശ്വസിച്ച് ഒരു പണി തന്നു, മോനെ ഈ പണി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അനുരാജ് ചേട്ടനൊക്കെ എന്നെ വീട്ടിൽ വന്ന് കാണുകയാണ് ചെയ്തത്. ഇത് നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി അനുരാജ് ചേട്ടൻ. താങ്ക് യു സോ മച്ച്. എനിക്ക് പറ്റിയ പോലെ നമുക്ക് പടത്തിന്റെ ഒരു ബേസിക് എനിക്ക് അറിയാവുന്ന എനിക്ക് പറ്റിയ പോലെ മെച്ചപ്പെട്ട രീതിയിൽ പാട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. പാട്ട് ഹിറ്റായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാട്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും താങ്ക് യു. പാട്ട് തീർച്ചയായിട്ടും ഹിറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഈ പാട്ട് ആ മൂവിക്ക് കൊടുത്ത പവർ ചെറുതൊന്നും അല്ല. ഒരു വരി വനക്കിളിയേ മനിതനരമരത്തിൻ മനമില്ലയേ മരക്കിളയേ വനക്കിളിയേ മനിതനരമരത്തിൻ മനമില്ലയേ. മറന്നുപോയി കൊറേ. കൂടെ നിൽക്കണം, നാച്ചിക്കരുത് പ്ലീസ്. സോ എവരിബഡി ഫോർ a superhero Tobino Thomas 3 2 1. ആദ്യം തന്നെ ഇന്ന് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികൾക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട അലിസൺ സ്റ്റീഫൻ, ഇന്ദിരേട്ടൻ തുടങ്ങി നമ്മളുടെ ഈ സിനിമയുടെ ഭാഗമല്ല എന്നേ ഉള്ളൂ. നമ്മളുടെ ഞാനും ഇന്ദിരേട്ടനും തമ്മിലുള്ള അടുപ്പമൊന്നും അങ്ങനെ അധികം ആൾക്കാർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഏത് പാതിരാത്രിക്കാണെങ്കിലും ഇന്ദിരേട്ടൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ചെന്ന് ശല്യപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുള്ള കുറച്ചെങ്കിലും ഞാനും രാജുവേട്ടനും തമ്മിലുള്ള ബന്ധമൊക്കെ അടുപ്പമൊക്കെ ആൾക്കാർക്ക് അറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ ഞങ്ങൾ തമ്മിൽ ഉള്ള ഒരു അടുപ്പമുണ്ട്. അത് മാത്രമല്ല, പണ്ട് മൊയ്തീൻ കണ്ടിട്ട് ചേട്ടൻ ഡബിങ് സ്റ്റുഡിയോയിൽ നിന്ന് എന്റെ കുറച്ച് സീൻസ് കണ്ടിട്ട് അന്ന് എന്നെ ആർക്കും അറിയാത്ത ഒരു സമയത്ത് അന്ന് ഇന്ദിരേട്ടൻ എന്നെ പറ്റിയിട്ട് വളരെ നല്ല കമന്റ് പറഞ്ഞത് അന്ന് മുതൽ ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്. ഇന്നും ഇവിടെ വന്ന് വളരെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സീയിങ് സച്ച് സ്വീറ്റ് തിങ്സ് അബൌട്ട് യു. ചേട്ടൻ അങ്ങനെയാണ്, പൊതുവെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആളാണ്. പുള്ളിനെ നേരിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഒരുപാട് സന്തോഷം ചേട്ടാ. അത് മാത്രമല്ല ഇന്ന് ഇവിടെ ഈ സിനിമയുടെ സക്സസ് സെലിബ്രേഷനിൽ ഞങ്ങളുടെ കൂടെ ഭാഗമാകാൻ വന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. ഈ സിനിമയിൽ എല്ലാവരും തമ്മിൽ നല്ല അടുപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഓരോ ദിവസവും നമ്മൾ ഈ സിനിമ ഇറങ്ങുന്ന ദിവസം മാത്രമോ അല്ലെങ്കിൽ സിനിമ OTT ഇറങ്ങുന്ന ദിവസമോ മാത്രമല്ല ആ സിനിമ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിജയമാവുന്നത്. ആ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഓരോ ദിവസവും നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഓരോ ദിവസവും നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പല ജോലികളും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അതൊക്കെ വിട്ട് സിനിമയിലേക്ക് വന്ന് സിനിമയിൽ നിൽക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഞാൻ എനിക്ക് അത്രയൊന്നും ആഗ്രഹമില്ലാത്ത ഒരു ജോലിയിൽ നിന്ന് വന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനുള്ള ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ഓരോ ദിവസവും നമുക്ക് ആസ്വാദികരമാവുക എന്ന് പറയുന്നത് സിനിമ വിജയിക്കുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമയുടെ വിജയം പരാജയം ഒരു ദിവസം 2 ദിവസം കൊണ്ടൊക്കെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇത് എല്ലാ ദിവസവും നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു
ജോലി എന്നുള്ളതിനേക്കാൾ എല്ലാവരും അവരോട് ഇഷ്ടപ്പെട്ട പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു. ഇതെല്ലാം കൂടി ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ഒരു സിനിമയുണ്ടാവുന്നു. അതിലെ മാജിക് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഹാപ്പൻ ചെയ്യുന്ന മാജിക് നമ്മൾ ആസ്വദിക്കുന്നു. അത് പ്രേക്ഷകർക്ക് നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് നമ്മൾ ഇത്രയും കാലം കണ്ട സ്വപ്നവും ഇഷ്ടമൊക്കെ ആയിട്ട് ആ സിനിമയായിട്ട് പ്രേക്ഷകർക്ക് വെച്ചു കൊടുക്കുന്നു. അവരത് കാണുന്നു, ഈ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു, ഇതിനകത്തുള്ള പെർഫോമൻസുകൾ ശ്രദ്ധിക്കപ്പെടുന്നു, ഇതിനകത്ത് പറഞ്ഞ ആശയം ആളുകൾക്ക് മനസ്സിലാവുന്നു, ഒരു ഓർമ്മപ്പെടുത്തലാവാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമായി സഞ്ചരിക്കാൻ പറ്റി എന്ന് പറയുന്നത് എന്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായി ഒന്നും കൂടി നമ്മൾക്ക് ടൊവിനോ ചേട്ടൻ നമ്മളെല്ലാം കുറച്ചും കൂടി ഒന്ന് പ്രൗഡ് ആക്കിയിരിക്കുകയാണ്. സെപ്റ്റിമിയാസ് അവാർഡ് കിട്ടിയിരിക്കുകയാണ് അല്ലേ? ഒരുപാട് ഒരുപാട് സന്തോഷം. പ്ലീസ് ഗിവ് മി ബിഗ് അപ്ലോസ്. നമുക്ക് എല്ലാവർക്കും വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. സോ അതിനെപ്പറ്റി ഒരു 2 വാക്ക് കൂടി സംസാരിക്കാമോ പ്ലീസ്? അത് എനിക്കെന്താ വെച്ചാൽ ഈ സിനിമയ്ക്ക് തന്നെ ആ അവാർഡ് കിട്ടി എന്ന് പറയുന്നത് അത് ഈ സക്സസ് സെലിബ്രേഷനിൽ വെച്ച് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങള് എന്താ പറയാ, ആ അവാർഡ് ഫംഗ്ഷന് ഞാൻ പോവാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരിക്കൽ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ഒരു അത് ബെസ്റ്റ് ഏഷ്യൻ ആക്ടർ, ബെസ്റ്റ് അമേരിക്കൻ ആക്ടർ, ബെസ്റ്റ് ആഫ്രിക്കൻ ആക്ടർ, ബെസ്റ്റ് ഓഷ്യാനിക് ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കോണ്ടിനെന്റിൽ നിന്നുള്ള ഒരു റെപ്രസെന്റേഷൻ നമുക്ക് ഇതുപോലെ ഒരു വലിയ റൂമിനകത്ത് പല കോണ്ടിനെന്റുകളിൽ, അപ്പൊ ഒരു കോണ്ടിനെന്റിൽ ഒരുപാട് രാജ്യങ്ങളുണ്ടാവുമല്ലോ, അപ്പൊ അവിടെ നിന്നൊക്കെ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരും ഒക്കെ ആയിട്ട് വന്നിരുന്ന് ഒരു 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 നമ്മുടെ ലോകത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ പോലെ ഇരിക്കുന്ന ഒരു ഹോളാണ്. ആ ഹാളിലിരിക്കാനും അവിടെ വരുന്ന ആളുകളെ കാണാനും ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആദ്യം പോയത്. അന്ന് 2018 എന്ന് പറയുന്ന സിനിമയ്ക്ക് അന്ന് എനിക്ക് സെപ്റ്റിമിയസ് അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ ഇതിന്റെയൊക്കെ അപ്പുറം ആംസ്റ്റർഡാമിലേക്ക് പോകാനൊരു കാരണം വീട്ടിലും നാട്ടിലും സിനിമ സെറ്റുകളിലൊക്കെ പറയാനായിട്ട് വെറുതെ എനിക്ക് ടൂർ പോകണം എന്ന് പറഞ്ഞാൽ കിട്ടൂല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് ഈ അവാർഡ് ഫംഗ്ഷന് നോമിനേഷൻ കിട്ടിയപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ആരോടും പറയണ്ട എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അവിടെ ചെന്ന് ഭാഗ്യവശാൽ നമ്മുടെ ഇവിടുന്ന് തന്നെ ഒരുപാട് പേർക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ മറ്റു ആൾക്കാർക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു. പലരും നോമിനേറ്റഡ് ആയിട്ടുള്ള പലരും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എന്നെ ചൂസ് ചെയ്തു എന്ന് പറയുന്നത് അത് ഈ സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുന്നത് അത് ഒരുപാട് സന്തോഷം. അറിയില്ല, സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞല്ലേ ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചേ. ചോദിച്ചേട്ടനെ ഇങ്ങനെ സംശയം നിൽക്കുമ്പോൾ ഞാൻ ആളുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ ഒരു മോതിരമുണ്ട്. ആ മോതിരത്തിലുള്ളത് എന്താണെന്നറിയോ? സൂപ്പർമാൻ. ഓക്കേ, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സൂപ്പർമാൻ ഇതെനിക്ക് നമ്മുടെ മിന്നൽ മുരളിയുടെ പ്രൊഡ്യൂസേഴ്സിലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള അന്ന് കെവിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. നോക്കുമ്പോൾ ഞാൻ ഭയങ്കര സൂപ്പർമാൻ ഫാനാണെന്ന് കെവിനും പറയാം, കെവിനും ഭയങ്കര സൂപ്പർ ഹീറോ ഫാനാണ്. അപ്പൊ അങ്ങനെ അന്ന് ആ സമയത്ത് കിട്ടിയത്. പോരാ, വെൽക്കം ഷൈജാന, വെൽക്കം. ஃபஸ்ட்டு தேங்க்ஸ் சொல்கிறது அனுராஜ். அனுராஜ் இஸ் த ஒன்லி ரீசன் நான் இங்கே நிற்கிறதுக்கு. எல்லோரும் எனக்கு நண்பர்கள் தான். பட் என்னை மலையாள படத்தில் நடிக்கணும் அப்படின்னு ஃபஸ்ட்டு திங்க் பண்ணது அனுராஜ். லிஸ்டின்லாம் எனக்கு ஃப்ரெண்டு தான், ஆனால் என்னை கூப்பிடவே இல்லை ஒரு படத்துக்கு கூட. சென்னையில் ஒரு நாள் நான் நடித்தேன் டிராஃபிக் படத்தோட தமிழ். பட் அதுக்கப்புறம் எனக்கு தேங்க்ஸ் சொல்ல வேண்டியது வந்து ப்ரொடியூசர்ஸ் 2 பேரும். இந்த வாய்ப்பு கொடுத்ததுக்காக இல்லை, இந்த படத்தை எடுத்ததுக்காக. ஸோ இந்த படத்தை எடுத்ததுன்றது ஒரு முக்கியமான ரீசன். நீங்கள் வந்து ஃபஸ்ட்டு படமே ஒரு மைல்கல் ஃபிலிம் எடுத்திருக்கீங்க, மலையாள இண்டஸ்ட்ரியில் ஒரு முக்கியமான படம். ஸோ அது வந்து உங்களுக்கு ஒரு பெரிய பேர். நீங்கள் தொடர்ந்து நிறைய படங்கள் பண்ணணும், நிறைய நல்ல படங்கள் பண்ணணும். அதுக்கு அடுத்து நான் இந்த படத்தில் நடித்ததுக்கு முக்கிய காரணம் நான் நினச்சிக்கிட்டது எனக்கு சந்தோஷமா டொவியோட நடிக்கிறது. ஸோ டொவி எனக்கு ரொம்ப பிடிச்ச ரொம்ப நான் ரசிக்கிற ஒரு ஆர்டிஸ்ட் எப்போவுமே. ஃப்ரம் த பிகினிங் அவர் சொல்லுவார் என் படம் அவருக்கு பிடிக்கும் அப்படின்னு. பட் எனக்கு அவர் படங்கள் ரொம்ப பிடிக்கும். ஸோ நல்ல ஆக்டர். அவரோட அந்த எக்ஸ்பீரியன்ஸ் எனக்கு ரொம்ப சந்தோஷமாக இருந்தது. ஒரு 35 days வந்து அவரோட ட்ராவல் பண்ண நாட்கள் வந்து எனக்கு ரொம்ப, ஆக்சுவலி இந்த படத்தோட படப்பிடிப்பே எனக்கு ரொம்ப ஹாப்பியாக இருந்தது என்னோடய லைஃப்பில். ஸோ அந்த வயநாட்டில் நம்ம அதை வயநாடை நான் ரொம்ப மிஸ் பண்ணுறேன் இப்போது.
திருப்பி ஒரு நாள் மறுபடியும் வயநாட்டுக்கு போகணும்னு தோணுது மைண்டு. ஸோ அப்படிப்பட்ட ஒரு லொக்கேஷன் அது. ரொம்ப அழகாக இருந்தது. அதில் நடித்த எல்லாருமே ரொம்ப சிறப்பாக நடிச்சிருந்தாங்க. ஆர்யா, தம்பி எல்லாருமே ரொம்ப சிறப்பாக நடிச்சிருந்தாங்க. முக்கியமாக கேமராமேன் விஜய், இன்னைக்கு ஆளுக்கான விஜய் எங்கேன்னு தெரியல, பட் விஜய் ஒர்க் ரொம்ப நல்லா இருந்தது இந்த படத்துக்கு. அப்புறம் மியூசிக் டேரக்டரோட ஒர்க். ஸோ நீங்கள் எல்லாரும் சேர்ந்து எனக்கு கொடுத்த வாய்ப்பு தான் நான் மலையாள படத்தில் நடித்ததும் இங்கே நிற்கிறதும். ஸோ உங்கள் எல்லாருக்கும் என்னோட தேங்க்ஸ். ഞാനൊരു ഏതാണ്ട് 2011 സഹസംവിധാനമായിട്ട് സിനിമയിൽ വന്ന ആളാണ്. 2019 ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യുന്നത്. അതിനുശേഷം 5 വർഷത്തിന് ശേഷമാണ് നരിവേട്ട ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമ അതിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിൽ അതിൻ്റെ ലക്ഷ്യങ്ങളെ മീറ്റ് ചെയ്യുക, അതിലെ പാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് സിനിമ കൃത്യമായ ഓഡിയൻസിലേക്ക് എത്തുക എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ മാറി എന്ന് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ ഈ സിനിമ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തി. ഒരു ഔട്ടറായിട്ടൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലല്ല ഈ സിനിമ നമ്മൾ ആ ടെംപ്ലേറ്റ് മീറ്ററിലല്ല ചെയ്തിരിക്കുന്നത്. ഇതിന് കുറച്ച് സോഷ്യൽ കോഴ്സും കൂടി ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള റീഡിങ് കൂടി സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അത് ജനങ്ങൾക്ക് കിട്ടി, അത് ജനങ്ങൾ അത് ഏറ്റെടുത്ത് അത് അത്തരത്തിലുള്ള റിവ്യൂ എഴുതുന്നു. അതൊക്കെ ആസ് എ ഡയറക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് ഭയങ്കരമായ സന്തോഷം തരുന്ന കാര്യമാണ്. സിനിമയ്ക്ക് എപ്പോഴും കാലങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള കഴിവുണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന സംവിധായകരിൽ പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഒന്നാമത് നമ്മൾ കമേഴ്ഷ്യൽ സിനിമകൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് തോന്നിയ ഒരു സിനിമ തന്നെയാണ് ഇത്. ആക്ച്വലി അതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ള അനുരാജിന്റെ ജേണിയാണ്. പണ്ട് സാലിഗ്രാമത്ത് ഇഷ്ക് എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ വേണ്ടി അനുരാജ് വന്ന സമയം ഞാൻ ഓർക്കുന്നത്. അത് യാദൃശ്ചികമായിട്ട് വന്നു. ആക്ച്വലി അതിൽ വേറെ മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണല്ലോ പതിവ്. അത് വന്നു. അങ്ങനെ ത്രില്ലേഴ്സും മാസ് മൂവീസും ഞങ്ങൾ കൽക്കിയൊക്കെ ചെയ്യുന്ന സമയം എനിക്കൊരു ലവ് സോങ് ചെയ്യാൻ പറ്റി. കാരണം എന്നെ കൊണ്ട് അത് പറ്റില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. പക്ഷെ അങ്ങനെ നമ്മൾ ഇഷ്കിലെ പറയുവാൻ എന്ന് പറഞ്ഞ പാട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ പ്രൗഡായിട്ട് പറയട്ടെ, നരിവേട്ടയിലെ പാട്ട് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഹിറ്റ് സോങ്സ് ഓഫ് ദി ഇയർ ആയിട്ട് മാറി. മിന്നൽ വള അത് പാടാത്ത ആൾക്കാരില്ല. അതിനും അനുവിന് ഞാൻ താങ്ക് യു പറയുന്നു. കാരണം വളരെ റൈറ്റ്ഫുൾ ചോയ്സ് നമ്മൾ തിരുവേലിനെ കൊണ്ടുവരാൻ പറ്റി, കൈതപ്പുറം മാസ്റ്ററെ കൊണ്ടുവരാൻ പറ്റി. ഇറ്റ് വാസ് എൻ അമേസിംഗ് ചോയ്സ്. ഐ എം സോ ഹാപ്പി അത് നടന്നതിന്. ഇങ്ങനെ ഒരു സാമൂഹിക പ്രസക്തിയുള്ളൊരു സിനിമ, ഒരു സബ്ജക്റ്റ് ഏറ്റെടുത്ത് അത് സംവിധാനം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്ന അനുരാജ് മനോഹർ. അതുപോലെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു കമേഴ്ഷ്യൽ സിനിമ എന്നതിലുപരി ആ സിനിമ പ്രേക്ഷകരോട് സംസാരിക്കണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ താൻ ചെയ്യുന്ന സിനിമ ജനങ്ങളോട് വിളിച്ച് പറയണം എന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ മുന്നോട്ട് വന്ന ടിപ്പു ആൻഡ് ഷിയാസ് ആൻഡ് ടോബി. ARM പോലൊരു ഹ്യൂജ് കമേഴ്ഷ്യൽ സക്സസിന് ശേഷം ഇങ്ങനൊരു സോഷ്യൽ ഇഷ്യൂ ഡീൽ ചെയ്യുന്നൊരു സിനിമയ്ക്ക് കൈകൊടുത്ത് മുന്നോട്ട് വന്ന് ഇതൊരു ബിഗ് സ്കെയിൽ സിനിമയല്ലെങ്കിൽ പോലും ഇത് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി മുന്നോട്ട് വന്ന് ഈ സിനിമയ്ക്ക് കൈകൊടുത്ത് ഇങ്ങനൊരു സിനിമ ചെയ്തതിന് ആൻഡ് എനിക്ക് തോന്നുന്നു, ഞാൻ സിനിമ കണ്ടതാണ്, ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് യുവർ ഫൈനസ്റ്റ് പെർഫോമൻസസ് ടു ഡേറ്റ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആസ് എൻ ആക്ടർ 25 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷേ ടോബി ഓരോ കഥാപാത്രത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു പാഷൻ ഉണ്ട്, ഒരു ഗ്രിറ്റ് ഉണ്ട്. ശരിക്കും അത് ടോബിയുടെ പെർഫോമൻസിലും കാണാൻ പറ്റും, ടോബി സ്ക്രീനിൽ വരുമ്പോൾ കാണാൻ പറ്റും. അത് തന്നെ വെൻ യു ഡു ദാറ്റ്, വെൻ യു ഹാവ് ദാറ്റ് പാഷൻ ആൻഡ് ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്കൊരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ ഹാഫ് ദ ജോബ് ഇസ് ഡൺ. ആൻഡ് അത് ശരിക്കും നരിവേട്ട കണ്ടപ്പോൾ ഓരോ സീനിലും ഓരോ ഷോട്ടിലും എനിക്ക് തോന്നിയ കാര്യമാണ്. അതുകൂടാതെ ജേക്സ് ഇസ് വെരി ഡിയർ ടു മീ. ജേക്സ് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ജേക്സിനെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, ജേക്സ് ഒരു പാട്ട് ഞാൻ കേട്ടല്ലോ, അതെനിക്കൊന്ന് അയച്ചിരുന്നു, ഒന്ന് കേൾക്കാനാണെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഓർമ്മയില്ല ഒരു സോങ് ആണെന്ന്, ബട്ട് തമിഴ് സോങ് ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് ദെൻ വി യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് എ ലോട്ട്. ജേക്സ് സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ. ആൻഡ് അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റ് ആർട്ടിസ്റ്റ് സുരാജ്, ആര്യ, ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ് ടു എവറിബഡി. ആൻഡ് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ടീമിനും എൻ്റെ ആശംസകളും ഭാവുകളും ഞാൻ നേർന്നു കൊള്ളുന്നു.
Anirudh Chetta for making me a part of Nariveta, and thank you Timbu Ganesh for Indian Cinema Company Aditya Venture Lenkil Bhaga team, and thank you to everybody, especially for Minnelvala. 100 million cross ചെയ്തു, and that's not a small number. അതൊരു all thanks to all of you. നിങ്ങൾ ഈ പാട്ടിന് ഇത്രത്തോളം ഇഷ്ടപ്പെട്ടു, എന്താ പറയാ, ഇതിന് എത്രയും വലിയൊരു ഹിറ്റാക്കി. സോ താങ്ക് യു സോ മച്ച്. നരിവേട്ടനെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലാണ്. എന്നിലെ ആക്ട്രസിൻ്റെ ബെസ്റ്റ് കൊണ്ടുവരാൻ അഞ്ജാണെങ്കിലും അഭിനാണെങ്കിലും ഫുൾ ടീം അതിന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ നരിവേട്ടുകളെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും ഹാപ്പിനെസ് എന്ന് പറയുന്നത് എൻ്റെ ഗുരു 2008 മുതൽ അഭിനയം എന്ന ഒരു കലയെ എന്നിലേക്ക് എത്തിച്ചെന്ന എൻ്റെ ഗുരു രതീഷ് സാറായിരുന്നു എൻ്റെ ചീഫ് അസോസിയേറ്റ്. അപ്പോൾ സാർ കൈയാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു പ്രൈഡാണ് ഇന്ന് ഈ സ്റ്റേജിൽ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ, എൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്.